നമസ്കാരം, അമൃതയാണ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഫേസ് യോഗയുമായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ഇതിൽ കുറച്ച് ഫേസ് യോഗ നമ്മൾ ചെയ്തു. ഇന്ന് നമുക്ക് കുറച്ച് പുതിയ ടെക്നിക്സ്, മെത്തേഡ്സ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ മുഖം വളരെ ഹെൽത്തി ആയിട്ട് വയ്ക്കാൻ സാധിക്കുക. ഓക്കെ, നമുക്കത് നോക്കിയാലോ. ഇന്ന് നമുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡബിൾ ചിൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം എല്ലാവർക്കും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടുത്തെ താടിയിലേക്ക് അഡീഷണലായിട്ടൊരു പോർഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യുക. ദെൻ ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, ഇവിടെ നല്ലതായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. നമ്മുടെ നെക്ക് പോർഷൻ നല്ലതായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. നല്ല സ്ട്രെച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ മൗത്ത് ഓപ്പൺ ചെയ്യുക. നമ്മുടെ നാക്ക്, ടങ്ങിൻ്റെ ടിപ്പ് നമ്മുടെ ചുണ്ടിൻ്റെ ഈ മുകളിലത്തെ പോർഷനിൽ ടച്ച് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഒരു 5 times ചെയ്യാം. ലൈക്ക് ദിസ്, ഡു ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ ഒരു 5 times റിപ്പീറ്റഡ്ലി മോർണിംഗ് ഈവനിങ് ചെയ്യണം. എന്നാൽ അപ്പോഴേക്കും നമുക്കിവിടെ ഡബിൾ ചിൻ, കഴുത്തിൽ പ്രശ്നമുള്ളവർക്ക് വരെ ഇത് വളരെ ഒരു സൊല്യൂഷനാണ് കേട്ടോ. ഇവിടുത്തെ പ്രോബ്ലംസ്, അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന നെക്ക് പെയിനൊക്കെ നമുക്കിങ്ങനെ വരുമ്പോൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇവിടുത്തെ മസിൽസിനെയൊക്കെ അത് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, നമ്മുടെ ബാക്ക് പെയിൻ, ബാക്ക് ബോണിലുണ്ടാകുന്ന പ്രശ്നം എല്ലാത്തിനും നമുക്ക് ഇങ്ങനെയുള്ള ഒരു സ്ട്രെച്ചിങ് വളരെയധികം യൂസ്ഫുള്ളാണ്. അപ്പോൾ വൺസ് അഗെയിൻ ഞാൻ ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. ഡു ലൈക്ക് ദിസ്. നന്നായിട്ട് ഇവിടെ സ്ട്രെച്ച് ചെയ്യുക. ദെൻ ടങ് നമ്മുടെ ചുണ്ടിൻ്റെ മേൽചുണ്ടിൻ്റെ ടിപ്പിൽ ലൈക്ക് ദിസ്. ഓക്കെ, ഇത് റിപ്പീറ്റഡ്ലി മോർണിംഗ് ഈവനിങ് ചെയ്യുക. ഇതിവിടുത്തെ ഒരു പ്രശ്നത്തിനുള്ളൊരു വലിയ സൊല്യൂഷനാണ്. അത് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് മനസ്സിലാവും. പിന്നെ നമ്മുടെ ഫേസ് യോഗയുടെ ഒപ്പം വരുന്നതാണ് നമ്മുടെ ഷോൾഡർ പെയിനൊക്കെ പറയാറുണ്ട് എല്ലാവരും. ബാക്ക് പെയിൻ, ഷോൾഡർ പെയിനൊക്കെ എല്ലാവരും പറയാറുണ്ട്. അത് ചെയ്യുമ്പോഴേക്കും അതിനൊരു സൊല്യൂഷനും കൂടെയാണ് നമ്മളിപ്പോൾ ചെയ്ത ഈ ഒരു നെക്ക് എക്സസൈസ് എന്ന് പറയുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു നെക്ക് എക്സസൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇത് ജസ്റ്റ് നമുക്കൊരു പുറത്തോട്ടൊന്ന് ഇറങ്ങണം, പുറത്തേക്ക് പോകണം. നമ്മുടെ ഫേസ് കംപ്ലീറ്റ്ലി ടയേർഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയൊക്കെ ചെയ്താലും നമുക്കതിനൊരു ടയർഡ്നെസ് മാറുന്നില്ല. ജസ്റ്റ് ഒരു 2-3 ടിപ്പുകൾ ചെയ്തുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഫേസിനെ ഒരു എനർജറ്റിക് ആയിട്ട് വയ്ക്കാൻ സാധിക്കും. എങ്ങനെ നോക്കണ്ടേ? ഇപ്പോൾ മോർണിംഗ് നമ്മൾ എണീറ്റു, നമുക്ക് ഡെയിലി ചെയ്യാനുള്ള പ്രാക്ടീസസ് ആണ് കേട്ടോ ഇതൊക്കെ. മോർണിംഗ് എണീറ്റു നമ്മൾ പുറത്തോട്ട് പോകാൻ ഇറങ്ങുകയാണ്. ബട്ട് നമ്മുടെ ഫേസിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ടയേർഡ് ഫീൽ ചെയ്യുന്നു. നമ്മൾ ഫസ്റ്റ് ചെയ്ത നമ്മുടെ ഐ എക്സസൈസ് നമ്മൾ കഴിഞ്ഞതിൽ ചെയ്തായിരുന്നു. ആ ഐ എക്സസൈസ് നമ്മൾ ചെയ്യുക. ഓക്കെ, ദെൻ നമ്മുടെ ഫോർഹെഡിനുള്ള എക്സസൈസ്, ഓക്കെ, അത് ചെയ്യുക. ദെൻ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എക്സസൈസാണ് നമ്മുടെ ജസ്റ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ വയ്ക്കുക. വച്ചതിന് ശേഷം ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതും ഒത്തിരി പ്രഷർ കൊടുക്കരുത്. ഒത്തിരി പ്രഷർ കൊടുക്കാതെ വളരെ സോഫ്റ്റായിട്ട് നമ്മൾ ലൈക്ക് ദിസ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഫേസ് യോഗ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫേസിലേക്ക് വരുന്ന ബ്ലഡ് സർക്കുലേഷൻ വളരെയധികം കൂട്ടാൻ സാധിക്കും. ബ്ലഡ് സർക്കുലേഷൻ കൂടി വരുമ്പോൾ നമ്മുടെ ഫേസ് വളരെ ഹെൽത്തി ആയിട്ട് മാറും, എനർജി ഉള്ളതായിട്ട് മാറും. നമ്മുടെ ഐയുടെ എക്സസൈസ് പറയുമ്പോഴും ഫോർഹെഡ് ചെയ്യുമ്പോഴും എല്ലാം നമ്മുടെ ഫേസിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഫേസ് ഭയങ്കര ഡ്രൈ ആയിട്ടും ടയേർഡായിട്ടും ഒക്കെ ഫീൽ ചെയ്യുക. അപ്പോൾ ഇത്തരം എക്സസൈസുകൾ ചെയ്യുന്നത് കൊണ്ട് ഫേസിലേക്ക് വരുന്ന നമ്മുടെ ഓരോ ഇതിലേക്കും വരുന്ന ഓരോ സെൽസിലേക്കും വരുന്ന ബ്ലഡിൻ്റെ സർക്കുലേഷൻ വളരെ നന്നായിട്ട് ഹൈ വോളിയത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ഫേസൊക്കെ വളരെ എന്താ പറയുക, ചിയർഫുൾ ആവും. അതുപോലെ തന്നെ വളരെ ഹാപ്പി ആവും. നമുക്ക് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ എനർജി ഫീൽ ചെയ്യാൻ തുടങ്ങും. നമുക്ക് നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇതാണ് ഫേസ് യോഗയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ അതുപോലെ ഇപ്പം നമ്മൾ മറ്റൊരെണ്ണം ചെയ്തു, ജസ്റ്റ് ലൈക്ക് ദിസ്. ഇത് ചെയ്തായിരുന്നു. ഓക്കെ, ഇത് നമ്മുടെ ഇവിടെയൊക്കെ ചീക്സൊക്കെ വളരെ കാമായിട്ടും അതുപോലെ ഹെൽത്തി ആയിട്ടും വയ്ക്കാൻ യൂസ്ഫുള്ളാണ്.